ഹലോ നമസ്കാരം, വെൽക്കം ടു Reshma'shappyland. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെറും കേക്കല്ല, ബീഫ് വെച്ചിട്ടുള്ള ഒരു ബീഫ് കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്നാക്ക് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് ഈ ബീഫ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുക്കാവാൻ വേണ്ടി 7 വിസിലെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കുക്കായ ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ബീഫ് ഞാനങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു സവോള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ മിക്സിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പാനിലാണ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് മോൾഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടുമല്ലോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ബാറ്റർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനിതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനടിയിലിരിക്കുന്ന ആ ഒരു പാനില്ലേ, അതൊരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.